ദൈവനാമത്തിന് സ്തുതി. എൻ്റെ പേര് ജിനു. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. എനിക്കിപ്പോൾ 30 വയസ്സാണ്. ഞാനിന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം, ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാനൊരു ഒന്നര മാസത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് കുറച്ച് നാളായിട്ട് 1-2 ആഴ്ചയായിട്ട് ഭയങ്കര ആങ്കിൾ പെയിനും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളിക്കാനൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ഒന്നും പറ്റുന്നില്ല, എനിക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല. ഈ മുറിക്കട ഇങ്ങനെ ഒരു പതുക്കെ അങ്ങ് നടക്കാൻ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വലിഞ്ഞ് നടന്നാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ക്രിയാറ്റിൻ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു. ക്രിയാറ്റിൻ, അതുപോലെ കൊളസ്ട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടുതലായിരുന്നു. അപ്പോൾ ഇത്തിരി തടി ഉണ്ടായിരുന്നു, ഒരു 19 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ ക്രിയാറ്റിൻ അങ്ങനെ കൂടുതലാവാൻ പാടില്ല. അത്രയും ക്രിയാറ്റിൻ 143, 150 അറൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രായത്തിൽ ഇനി അസുഖമുള്ളവരാണെങ്കിലും ഇതിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് അത്രയും വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ യൂഷ്വലി അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കിഡ്നിയും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ലിവറിനെ എല്ലാം അഫക്റ്റ് ചെയ്യുമെന്നാണ് അന്ന് എനിക്ക് ഡോക്ടർ തന്ന സജഷൻ. അപ്പോൾ എന്നോട് നോർമൽ റിസ്വാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് തന്ന് കുറച്ച് 1-2 വീക്ക് നോക്കാൻ പറഞ്ഞു. അതിനുശേഷം അങ്ങനെ വീണ്ടും നമ്മൾ 1-2 ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവരെല്ലാം സജസ്റ്റ് ചെയ്ത് കുറച്ച് അൾട്രാസൗണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ കാരണം എന്താണ് ഇഷ്യൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കും അത് അവരൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്താലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റഡീസ് തീർന്നായിരുന്നു. അപ്പോൾ ഞാനെന്നാൽ നാട്ടിൽ പോകാമെന്ന് കരുതി ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയത് അടുത്ത ദിവസം. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ ഇന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 3 വീക്സായി ഞാൻ മാതാവിൻ്റെ തേനും ഉപ്പും എണ്ണയും മുടങ്ങാതെ എല്ലാ ദിവസവും കഴിക്കുകയും പുരട്ടുകയും ചെയ്യുമായിരുന്നു. ഞാൻ ആശുപത്രി പോയി എന്ന് പറയട്ടെ, ക്രിയാറ്റിൻ ഇവിടെ വന്ന് നോർമലാണത്, പക്കാ നോർമലാണ്. അതിനകത്ത് ഇനി ക്രിയാറ്റിനിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. എനിക്ക് ആകെപ്പാടെ ഒരു ചെറിയ വേരിയേഷൻ ഉള്ളത് ഇപ്പോൾ തൈറോയിഡിൽ മാത്രമാണ്. ബാക്കി കൊളസ്ട്രോൾ നോർമലാണ്, ക്രിയാറ്റിൻ നോർമലാണ്, എല്ലാം നോർമലാണ്. അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ ഒരു 2 കൊല്ലമായി ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒത്തിരി പള്ളിയിൽ പോകുമായിരുന്നു, അങ്ങനെ ഒത്തിരി ഇങ്ങനെ കൊന്ത ചൊല്ലുന്നു അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും, ആ ഒരു ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ഞാനിത് പോകാനായിട്ടുണ്ടായത് നമ്മുടെ സിസ്റ്ററിൻ്റെ കൊച്ചു നാട്ടിലായിരുന്നു. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. കുഞ്ഞ് കോവിഡ് ആയതുകൊണ്ട് അന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് അന്ന് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു എക്സെപ്ഷൻ കേസ് ഇട്ടിട്ട് ഇവിടുന്ന് ഞാനും കൊച്ചും കൂടെ പോയത്. 2 വയസ്സായ കൊച്ചു, എനിക്കിതുവരെ കൊച്ചിനെ നോക്കി പരിചയമൊന്നുമില്ല. ഞാനിവിടുന്ന് 2 വയസ്സായ കൊച്ചിനെയും കൊണ്ടാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയത്. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും നന്നായിട്ട് പേടിച്ച് വളരെ പ്രഷറിലായിരുന്നു. കാരണം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ നിന്നിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ലായിരുന്നു കുറേ നാളായിട്ട്. വിസയ്ക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ പതുക്കെ എന്നോട് ചേച്ചി പറഞ്ഞു, നീ കൊന്ത ചൊല്ലി നോക്ക്, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും ജീവിതത്തിൽ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാനും വളരെ ഡിപ്രഷൻ പോലെ ഒരു സ്റ്റേജായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ കൊന്ത ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യം ഒരു കൊന്തയൊക്കെ ആയിരുന്നു, പിന്നെ അതൊരു ദിവസം 4 കൊന്ത, മുഴുവൻ കൊന്ത എന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. ഞാൻ അതിനെപ്പറ്റി അന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം 4 കൊന്ത വരെ ചൊല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഈ കൊച്ചിനെ കൊണ്ട് പോകാനുള്ളത്. നോർമലി അങ്ങനെ ആർക്കും കിട്ടില്ല, എക്സെപ്ഷൻ അവർക്ക് അങ്ങനെ കൊടുക്കില്ല. ഓസ്ട്രേലിയയിൽ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, ഓസ്ട്രേലിയയിൽ ഇത്തിരി സ്ട്രിക്റ്റാണ്. അവരങ്ങനെ നോർമലി എക്സെപ്ഷൻ കൊടുക്കില്ല, പ്രത്യേകിച്ച് ഈ ടീനേജിലുള്ള ഒരു യുവാവിന് അങ്ങനെ കൊടുക്കില്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ കൊന്ത ചൊല്ലിയതിൻ്റെ ഗുണമാണ് ഒരു പക്ഷേ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എക്സെപ്ഷൻ കിട്ടി, എനിക്കും കൊച്ചിനും കൂടെ പോകാൻ പറ്റി. ഞാനിവിടുന്ന് കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ മമ്മി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം ഞാനന്ന് ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം മമ്മി ഒരു തൈലം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു കുറച്ച് തൈലം ഞാൻ വേറൊരു ചെറിയൊരു ടിന്നിലാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ കൊച്ചിനെയും കൊണ്ട് പോവും, എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊന്നും അറിയത്തില്ല. കാരണം 2 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്.
അപ്പോൾ ഇവിടെയുള്ളവരും പപ്പയും മമ്മിയും ആയാലും നല്ല ടെൻഷനായിരുന്നു. അതുപോലെ എൻ്റെ ബ്രദർ ഇൻ ലോ ആയാലും അവരുടെ വീട്ടിലും ടെൻഷൻ. ചേച്ചിക്ക് അവിടെ ഇരുന്നിട്ട് മനസ്സമാധാനമില്ല. പക്ഷേ ഞാൻ പറയാം, ഞാൻ എന്നും രാവിലെ അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് രാവിലെ അവളെ കുളിപ്പിച്ചിട്ട് ആ തൈലം പുരട്ടുമായിരുന്നു. അവൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ ക്ലൈമറ്റ് മാറും, അതുപോലെ ഈ ടൈം ചേഞ്ച് മാറും. അപ്പോൾ എല്ലാം ഈ കുഞ്ഞു കൊച്ചാണല്ലോ, അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. പനിയുടെ ആയാലും ജലദോഷത്തിൻ്റെ ആയാലും. ഞാൻ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കറിയില്ല, ഞാൻ എൻ്റെ കൊന്ത മുറുക്കെ പിടിച്ചതും ആ തൈലത്തിൻ്റെ ബലത്തിൻ്റെ മാത്രമാണ്. ആ ഒരു ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഓരോ ദിവസവും ഓരോ സ്ട്രഗിളാണ്. ഓൾമോസ്റ്റ് 20 ദിവസം ഞങ്ങൾ ആദ്യം ഡൽഹിയിൽ ക്വാറൻറ്റൈൻ ഇരുന്നു. അത് കഴിഞ്ഞ് ഡാർവിനിൽ ചെന്ന് ക്വാറൻറ്റൈൻ ഇരുന്നു. അത് കഴിഞ്ഞ് ഡാർവിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം ആ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ബാക്കി എല്ലാവർക്കും ഒന്ന് വീട്ടിൽ പോകാൻ പറ്റി. എനിക്കും കൊച്ചിനും മാത്രം ഒന്ന് പോകാൻ പറ്റിയില്ല. അന്നും ഞാൻ എൻ്റെ കൊന്തയുടെ ബലത്തിലാണ് ഞാൻ അന്നോട് ഉറച്ചത്. കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത്, ഞാൻ ഈ നാട് വിട്ടെങ്കിലും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചെന്നത്. ഞാൻ പോകുമ്പോൾ എന്നും ഇപ്പോഴായാലും കേട്ടോ, എൻ്റെ ഈ കൊന്തയും മാതാവിൻ്റെ കാശ് രൂപം ഉണ്ട് എൻ്റെ പോക്കറ്റിൽ, ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ. അന്നും എനിക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല കേട്ടോ. ഈ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ നിന്നത്. ഒരു ടെൻഷനും തോന്നിയില്ല. അന്ന് ആ ഫ്ലൈറ്റിൽ ബാക്കി ആ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഒന്ന് വീട്ടിൽ പോയി, ഞാനും കൊച്ചും മാത്രം അവിടെ. ഞാൻ ആ എയർപോർട്ടിൽ അവരോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണ്, 2 വയസ്സായ കൊച്ചാണ്, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, വി കാൺ ഡു എനിത്തിങ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പുറത്തിറങ്ങി എന്നോളൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ഡോളറും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും 3 ദിവസം അവിടെ ക്വാറൻറ്റൈൻ ഇരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അന്ന് ഈ ബോർഡർ ക്ലോസ് ചെയ്ത, അതായത് ഞങ്ങൾക്ക് പോകേണ്ട സ്റ്റേറ്റിൻ്റെ ബോർഡർ ക്ലോസ് ചെയ്താണ് ഉണ്ടായത് ഇഷ്യൂ. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, സിസ്റ്ററും ബ്രദർ ഇൻ ലോയും അവിടെ മെഡിക്കൽ പ്രൊഫഷണൽസാണ്. അവർക്ക് അനുഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വരാൻ പറ്റി. അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ 3 ദിവസം സർവൈവ് ചെയ്തത്. അത് ഞാൻ പറയാം, എൻ്റെ കൊന്തയുടെ ബലത്തിൻ്റെ മാത്രം തന്നെയാണ് ഞാൻ പറയും. കാരണം അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എനിക്കവിടെ. അതുപോലെ തന്നെയാണ് ഞാൻ അതിനുശേഷം ഇങ്ങോട്ട് ഈ 2 കൊല്ലം വരെ ഞാൻ നിന്നതും എല്ലാം ഈ കൊന്തയുടെ ബലത്തിലാണ്. ഈ അമ്മയുടെയും ഞാൻ അമ്മയായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ സാധാരണ, അമ്മ ഇതാണ് എൻ്റെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നാളെ എനിക്കിതാണ്, എനിക്ക് നാളെ പ്രോജക്റ്റാണ്, എനിക്ക് നാളെ വർക്കുണ്ട്, ഞാൻ ഇത്രേ പറയാറുള്ളൂ. പക്ഷേ ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, എനിക്ക് ഇന്നത് ചെയ്തു തരണം, അല്ലെങ്കിൽ എൻ്റെ ഇന്നതാണ് പ്രശ്നം എന്നും പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവാതായപ്പോൾ ഞാൻ തന്നെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വഴിയാണ്, അമ്മ ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് അറിയാം എൻ്റെ കാര്യങ്ങൾ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് അറിയാം നമ്മൾ എന്ത് ചെയ്യാൻ പോകണു എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. നമ്മൾ അത് ചെയ്തു തരണം ഇത് ചെയ്തു തരണം എന്ന് പറയുന്നതിലുപരി ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത്, അമ്മേ അറിഞ്ഞോ അറിയാതെ ഞാൻ അമ്മയോടോ അപ്പയോടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്കിതാണ് ഇന്നതാണ് സംഭവം, നിങ്ങളുടെ ഇഷ്ടം എന്താണ് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു തരത്തിലുള്ള എന്നാ പറയുന്നത് നമുക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം, എനിക്ക് ഓൾമോസ്റ്റ് ഒരു സാധാരണ അരമണിക്കൂറും കൊണ്ട് സ്റ്റുഡൻറ്റ് വിസ കിട്ടിയവരുണ്ട് എൻ്റെ കൂടെ പിടിക്കുന്നവർ. എനിക്ക് 1 വർഷം എടുത്തു സ്റ്റുഡൻറ്റ് വിസ കിട്ടാനായിട്ട്. അതിനിടയ്ക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴും എന്താ പറയുന്നത്, ഞാനൊരു ക്യാഷ് ഇൻ ഹാൻഡ് ജോബിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കാൻ, നമുക്ക് ഈ 30 വയസ്സായിട്ടും സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആ ഒരു കിട്ടുന്നത് കൊണ്ടായിരുന്നു ആദ്യത്തെ ഒരു 1.5 വർഷം ഞാൻ ജീവിച്ചത്. അതിനുശേഷം എനിക്ക് ഫീസ് അടയ്ക്കണം, സെക്കൻഡ് ടേമിൻ്റെയും. അത് ഒരു 4 മാസം കൂടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6.5 ലക്ഷം രൂപയോളം 6-7 ലക്ഷം രൂപയോളം വരും നമ്മുടെ ഇവിടുത്തെ. ഞാൻ ഇവിടെ ആദ്യം ഓൺലൈനിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ തൈലവും കൊന്തയും മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ ഒന്നും കൂടെ എടുത്തു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ 1 വർഷത്തിന് ശേഷം എനിക്ക് വിസ അപ്രൂവ് ചെയ്ത് കിട്ടി. അതുമാത്രമല്ല, സാധാരണ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി പേരെയൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ആ ലൊക്കാലിറ്റിയിലുണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സായിട്ടുള്ളവർക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന, ഈ പറഞ്ഞ പോലെ ഫീസൊന്നും അടയ്ക്കലൊന്നും നടക്കത്തില്ല, നമ്മൾ എത്ര വർക്ക് ചെയ്ത് എത്ര ഇത് ചെയ്താലും. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഉടമ്പടിയുടെ ബലം, എൻ്റെ അമ്മയുടെ ബലം,
ഞാൻ പറയാം. എനിക്കത് കഴിഞ്ഞ് ഈ ഒരു വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് അവരെക്കാളും ഒക്കെ ഡബിൾ പേയ്മെൻ്റ് ഉള്ള ഒരു ജോബായിരുന്നു, പാർട്ട് ടൈം ജോബ് കിട്ടിയത്. അതെനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2 ടൈമിൻ്റെ മൊത്തം 4 കഴിഞ്ഞ 2 ടൈമിൻ്റെയും ഫീസ് ഞാൻ തന്നെയാണ് അടച്ചത്. അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. ഇനി ആദ്യത്തെ ടൈമിൻ്റെ മാത്രമേ കുറച്ച് പെൻഡിങ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കിവിടെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ ഒന്നാമത് ഈ ജോലിയൊന്നുമില്ലാതെ കഷ്ടപ്പെട്ടാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ കള്ളം കയറിയിട്ട് ആകപ്പാടെ എൻ്റെ കയ്യിൽ മിച്ചമായിട്ട് അവർ വെച്ചിട്ട് പോയെന്നല്ല, എൻ്റെ ഞാൻ പുറത്തു പോയതായിരുന്നു, വണ്ടിയുടെ താക്കോലും എൻ്റെ ഒരു പഴയ ഫോണുണ്ടായിരുന്നു, അത് മാത്രമാണ് എൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്നത്. ബാക്കി ആ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ വാല്യുബിളായിട്ടുള്ളതും ആ വീട്ടിലുള്ള വാല്യുബിളായിട്ടുള്ള എല്ലാ സാധനവും അവർ തൂത്തുവാരി കൊണ്ടുപോയി. ചാക്കിലിട്ടാണ് അവർ കൊണ്ടുപോയതെന്നാണ് പലരും പറഞ്ഞത്. നമുക്കൊരു നിവർത്തി, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു, ഞാൻ 3rd സെം പഠിക്കുകയായിരുന്നു, എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു, അതെനിക്ക് സബ്മിറ്റ് ചെയ്യണം, എൻ്റെ ബാക്കിയുള്ള അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, ഇതെല്ലാം നടക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പോഴും എനിക്കൊരു ടെൻഷൻ തോന്നിയില്ല കേട്ടോ. ഞാൻ അപ്പോഴും ഉടമ്പടിയിലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്നും മുടങ്ങാതെ കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു. അന്ന് ഞാനിരുന്ന് കൊന്ത ചൊല്ലി ആ റൂമിലെല്ലാം വലിച്ചു വാരിയിട്ട് എല്ലാം നശിപ്പിച്ചേക്കുമായിരുന്നു. ഒരു ഡോറെല്ലാം ഫുള്ള് ഇടിച്ച് പൊളിച്ചാണ് അവർ ഉള്ളിൽ കയറിയത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അന്ന് ഞാൻ കൊന്ത ചൊല്ലി. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിൽ നിന്നൊരു ഈ പറഞ്ഞ പോലെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് അലൗഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അറിഞ്ഞത് 1 വീക്ക് ശേഷമൊക്കെയാണ്. അപ്പോൾ ഞാനത് ചുമ്മാ അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനുണ്ടായിരുന്നു, എൻ്റെ റൂമില്ല തൊട്ടടുത്ത റൂമിലുള്ള പുള്ളി അപ്ലൈ ചെയ്തു. ഞങ്ങൾ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പുള്ളി അപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യം പുള്ളിക്ക് ഒരു $200 $300 ഒരു വൗച്ചറാണ് കോളേജിൽ നിന്ന് അയച്ചു കൊടുത്തത്. അപ്പോൾ അതിന് ആ മുകളിലോട്ട് ഫണ്ടൊന്നും അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാനും അത് വലിയ കാര്യമായിട്ട് അന്ന് എടുത്തില്ല. അതിനുശേഷം ഞാനൊരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും ഒരു ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് സർവൈവ് ചെയ്യാൻ വേറെ ഓപ്ഷനില്ല. കാരണം ജോലി ചെയ്തായാലും എൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ഞാനിതിനൊക്കെ ഇവിടുന്ന് ലാപ്പ് ഇവിടുന്ന് ഉണ്ടാക്കും. അതുപോലെ എപ്പോഴും നമുക്ക് ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലവും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കോളേജിലോട്ട് ചുമ്മാ ഒരു മെയിൽ അയച്ചു. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നടന്നാൽ നടക്കട്ടെ എന്നുള്ള രീതിക്ക് ഞാനൊരു മെയിൽ അയച്ചു. അടുത്ത ദിവസം അവരെന്നെ വിളിച്ചു. അവരൊരു ഓൾമോസ്റ്റ് 75% ഫണ്ട് അലൗഡ് ചെയ്ത് തരാം, ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. 1 വീക്കിനുള്ളിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി. അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റി. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂലൈയിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ജൂലൈയിൽ ഞാൻ ഇവിടെ വന്ന് പ്രസൻ്റ്ലി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് എനിക്കുണ്ടായത്, ഈ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായത്. അത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്രിയാറ്റിനെല്ലാം നോർമൽ. ഡോക്ടർ പറയുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് അവർക്കും അറിയില്ല അങ്ങനെ ഒരു വേരിയേഷൻ വരാനായിട്ട്. ഇന്നലെയും ഞാൻ ചെക്ക് ചെയ്തിരുന്നു, ക്രിയാറ്റിൻ പക്ക നോർമലാണ്. ഇനി അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ കുറച്ച് ഫുഡായിട്ടൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചൊല്ലിയ കൊന്തയുടെ ബലവും അമ്മയുടെയും എൻ്റെ ആ തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും അതിൻ്റെയൊക്കെ തന്നെ ബലമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. താങ്ക് യു. അത്രയേ ഉള്ളൂ എൻ്റെ സാക്ഷ്യം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുമ്പോഴും തനിക്ക് ബലം തന്നത് താനെടുത്ത ഉടമ്പടിയാണ്. ഓൺലൈൻ ഉടമ്പടി 2 പ്രാവശ്യം എടുത്തു എന്നാണ് പറയുക. പിന്നീട് ഇവിടെ വന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഒരു ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഈ മകൻ പിന്നീട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും ഒരു ജപമാല പോലും ചെല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് പിന്നീട് 4 ജപമാലയിലേക്ക് അത് മാറുന്നു. എപ്പോഴും എനിക്ക് ജപമാല മാത്രമാണ് ബലമായിട്ടുണ്ടായിരുന്നത്. തൻ്റെ രോഗസൗഖ്യവും പിന്നീട് തനിക്ക് ഓരോ കാര്യത്തിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും, അതായത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന അവസരത്തിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തൻ്റെ ഭവനത്തിൽ ഒരു
മോഷണം നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അതിലും താൻ തകർന്നു പോകുന്നില്ല, അവിടെ ഇരുന്നും കൊന്ത പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മെ സ്വർഗവുമായി കൂട്ടിയിണക്കുന്ന ആയുധം തന്നെയാണ്. അതായത് നമുക്ക് പ്രതിരോധ ശക്തികളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് ഉടമ്പടി, ജപമാല, പ്രാർത്ഥന. അങ്ങനെ അമ്മയുടെ കൈപിടിച്ച് ഈ മകൻ തിരുവചനം പറയുന്നത് പോലെ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ജീവിതത്തിൽ നമുക്കും എന്ത് സംഭവങ്ങൾ വന്നാലും നമ്മുടെ അമ്മയെ മുറുകെ പിടിക്കാം. നമുക്ക് ഈശോയിൽ നിന്ന് അങ്ങനെ കൃപകൾ നേടാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് സങ്കീർത്തനം 21 കിട്ടിയത് കേട്ടോ. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു, അങ്ങ് അവൻ്റെ യാചനകൾ നിഷേധിച്ചില്ല, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവനെ സന്ദർശിച്ചു. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ ഹിന്ദുവാണ്, നോൺ ക്രിസ്ത്യനാണ്. അപ്പോൾ എൻ്റെ പേര് അനിത, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 2022 ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി. ഇതിനു മുമ്പ് 2 തവണ ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇത് കുറച്ചും കൂടി ഇതാവാനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാം ആവട്ടെ, എന്നിട്ട് നമുക്ക് സാക്ഷ്യം പറയാം, ഒരുമിച്ച് പറയാം എന്ന് പറഞ്ഞു. ഞാനിങ്ങോട്ട് വരാനുണ്ടായിരുന്ന സാഹചര്യം പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മുംബൈയിലായിരുന്നു. ഓൾമോസ്റ്റ് 15 years അവിടെയായിരുന്നു. അവിടെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ചധികം കാര്യങ്ങൾ. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ FBൻ്റെ ആണോ യൂട്യൂബിൻ്റെ ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ കിട്ടി, നമ്മുടെ കൃപാസന മാതാവിൻ്റെ. അപ്പം സിൽവർ ഗ്രേയിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനങ്ങനെ വിചാരിച്ചു പോയി. അങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ എങ്ങാനും ആണോ അങ്ങനെ വിചാരിച്ചു ഞാൻ. അപ്പോൾ എന്നിട്ട് അതങ്ങോട്ട് വിട്ടു. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ അവിടെ ജപമാല മാതാവ് ഉണ്ടല്ലോ, നമ്മുടെ റാലിക്ക് എടുക്കണേ, അവിടെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെ ആ ഫോട്ടോ വന്നു. പിന്നെ എനിക്ക് പ്രാർത്ഥനകളുടെയൊക്കെ ലിങ്ക് വരാൻ തുടങ്ങി. പിന്നെ ആ സമയത്തും പക്ഷേ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ആ ഒഫീഷ്യൽ ഇതുണ്ടല്ലോ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ FBയിൽ ആ ഒരു പ്രേയേഴ്സും അതൊക്കെ വരാൻ തുടങ്ങിയത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരും ഇങ്ങനെ എന്നോടിങ്ങനെ ഉള്ളിലിങ്ങനെ പറയണ പോലെ തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രേയേഴ്സൊക്കെ. അങ്ങനെ അവിടുത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഇതിലായപ്പോഴത്തേക്കും നിങ്ങളുടെ നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അങ്ങനെ അതങ്ങനെ കുറച്ചും കൂടെ വലിയ മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്കൊക്കെ പോയി. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാനിവിടെ വരണേ ആദ്യമായിട്ട്. അതെൻ്റെ ഒരു കസിൻ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊറോണയൊക്കെ കുറച്ചൊന്ന് ഇതായിട്ടുള്ള സമയത്താണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവിടെ ഈ വാർഡിലോ എവിടെയോ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ട് പള്ളി തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പള്ളി പെട്ടെന്ന് വന്ന് അങ്ങനെ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഹെൽത്തിൽ വന്നിട്ട് അടച്ചിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് പോകേണ്ടി വന്നു. രണ്ടാമത് ഞാനപ്പോൾ ഇങ്ങനെ എനിക്ക് ആലപ്പുഴ വരെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോയി വന്നപ്പോൾ ഞാനും മോനും കൂടെ, എനിക്കൊരു മോനാണുള്ളത്, 6th സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ അവൻ പഠിക്കണേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി പോവുകയുണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്നാമത് വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് എന്താ പറയുക, നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനോ ഡിപ്രഷനോ സ്ട്രെസ്സൊക്കെ ആയിട്ട് ആകെ ഒരു ഇതായിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ടാണ് എടുത്തത്. അപ്പം മാതാവിനെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കൂടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ എൻ്റെ നേരെയാണ് അമ്മേനെ നീട്ടിയത് കേട്ടോ. അപ്പം സിസ്റ്റർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നേക്കാളും ഇപ്പോൾ ആവശ്യം ആ ചേച്ചിക്കാണ്, അപ്പോൾ നീ മണി പിടിക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നു ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചാൽ അമ്മേനെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ആദ്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ വിചാരിച്ചുല്ലോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തും ഈശോ അടുത്തൊക്കെ സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് പോയി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ കഴിവതും എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ.
അപ്പോൾ അവിടെ ചാപ്പലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ബൈബിളൊക്കെ കാണുമ്പോൾ ആ സമയത്ത് സ്കൂൾ ടൈമിൻ്റെ സമയത്ത് ഞാനപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ദൈവം ഇത്രയും വലിയ ബുക്കൊക്കെ എങ്ങനെയാണ് വായിച്ച് തീർക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഉടമ്പടി എടുത്ത് ആദ്യം ഞാൻ ചെയ്തത് ഇവിടെ നിന്ന് ബൈബിൾ വാങ്ങിച്ചു. ചെറിയ ബൈബിളും വാങ്ങിച്ചു. എൻ്റെ അടുത്ത് വലിയ ബൈബിൾ അതൊരു കസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. ഞാനത് എടുത്തുകൊണ്ട് വന്നു, എനിക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നു, ഉടമ്പടിയിലായി. അങ്ങനെ എൻ്റെ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മാതാവ് അതിൽ നിന്നൊക്കെ പുറത്ത് എടുത്തു എന്ന് പറയണമായിരിക്കും ശരി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ കാര്യമായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിലും ശരി, ഇവിടെ ആയിരുന്നെങ്കിലും ശരി, ഞങ്ങൾ റെൻറ്റഡ് ഹൗസിലായിരുന്നു. അവിടെ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും റെൻറ്റഡ് ഹൗസിലായിരുന്നു. ഏതാണ്ട് 5 വീടോളം ഞങ്ങൾക്ക് ഈ സമയം മാറേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡിങ്ങും അൺലോഡിങ്ങും. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ പറയും, ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി ഇങ്ങനെ പോകണ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ അമ്മേ, എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണേ, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്നായിരുന്നു. അതും വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഞാൻ പോലും അങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയണമായിരിക്കും ശരി. ഒരു ഹോം ലോൺ പോലും ഇല്ലാതെയൊക്കെ ഒരു വീടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുകയെന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹം എന്നല്ല പറയാം, കൃപ തന്നെയാണ്. പിന്നെ ഇവിടെ സാക്ഷ്യത്തിൻ്റെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അച്ഛനതാ പറഞ്ഞത്, ജോലിയുടെ ആവട്ടെ. പക്ഷേ ഇവിടെ അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ടല്ലോ, എഴുതി കൊടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അനുഗ്രഹമാണ്, അത് കൃപയല്ല, നിങ്ങളിവിടെ വന്നു എന്നുള്ളതിന് ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയടുത്ത് ചോദിക്കും, എന്നെ അമ്മ ജസ്റ്റ് അനുഗ്രഹിച്ചിട്ടേ ഉള്ളോ, എനിക്ക് കൃപ കിട്ടിയിട്ടില്ലേ എന്നിങ്ങനെ എനിക്ക് സങ്കടം വരും. എനിക്ക് പെട്ടെന്ന് ഞാനിരുന്ന് കരയൂ. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനമൊക്കെ ഉടമ്പടി എടുത്ത സമയം മുതൽ ഏകദേശം 2017 എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഓരോ ദിവസവും ഓരോ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടുമായിരുന്നു. ഒരെണ്ണം ഒരു ദിവസം ഒരു ധ്യാനം, ഒരു ദിവസം ഒരു ധ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതിൽ. അപ്പോൾ അതിലങ്ങനെ പറയണതിൽ ഞാനങ്ങനെ നോട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലച്ഛൻ ഒരു ഇത് പറയുന്നുണ്ട്. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അത് സംതിങ് എങ്ങനെയാണ് വേർഡ് കറക്റ്റ് ഇതല്ല. കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണമായി ഉടമ്പടിയിലൂടെ ഈശോയായിട്ടുള്ള അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ആയിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ അമ്മയുടെ ഇത് ഫോട്ടോ ഇതിൽ കാണിക്കുമല്ലോ, രൂപം കാണിക്കുമല്ലോ. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ പറയണ ചിലവൊന്നും മനസ്സിലാവണില്ല, എന്താ ഇത് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഒന്നും പിടികിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങോട്ട് വിട്ടു, ഇങ്ങനെ പറഞ്ഞ് ഞാനങ്ങോട്ട് വിട്ടു. പിന്നെ ഇങ്ങനെ പോയി ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഞാനിങ്ങനെ കാണുമെന്ന്. പിന്നെ അഗെയിൻ ഇത് വന്നു. അപ്പോഴും ഇങ്ങനെ എനിക്ക് ആ കൃപാവര പദ്ധതി മാത്രമേ എനിക്ക് മനസ്സിലാവണുള്ളൂ, ബാക്കി അപ്പുറത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. പിന്നെയും വന്നപ്പോഴത്തേക്കും ഒരു ഷോർട്ട് വീഡിയോ ആണോ ഷോർട്സിലാണോ എന്തിലാണെന്നറിയില്ല, അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ അതിങ്ങനെ റിപ്പീറ്റഡ്ലി ഞാനിങ്ങനെ പറഞ്ഞ് ഈ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ എക്സാമിനൊക്കെ പഠിക്കില്ലേ, അതേപോലെ ഞാൻ പഠിക്കാൻ തുടങ്ങി. കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണവുമായി അമ്മ തന്നിട്ടുള്ള ഉടമ്പടിയിൽ ഈശോയായിട്ട് അമ്മയുടെ മാധ്യസ്ഥതയിൽ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെയാണ് അത് ആ വേർഡിങ്. അതിൽ ഞാൻ എന്നെ എന്നൊക്കെ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാനതിങ്ങനെ റിപ്പീറ്റഡ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കൊറിന്തോസിലെ ഒരു ഇതുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി, കാരണം ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ ധ്യാനത്തിൽ ഇവിടെ ബ്രദർ മിക്കപ്പോഴും പാടണമാണ്. അത് അമ്മയടുത്ത് ഈശോയുടെ അടുത്ത് ഞാൻ പറയണൊക്കെ അമ്മയും ഈശോയും നോട്ട് ചെയ്തു എന്ന് എനിക്ക് കിട്ടണ ഒരു ഇത് ഞാനായിട്ട് വിചാരിച്ചിരിക്കണ ഒരു പാട്ടുണ്ട്, ഒരു കൃപയാലേ എന്ന് പറഞ്ഞിട്ട്, കൃപയാൽ അനുദിനവും എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ള ധ്യാനമാണ്, അത് നോട്ടായി ഞാൻ പറഞ്ഞൊക്കെ അവിടെ എത്തി എന്നുള്ള എൻ്റെ ഒരു ഇതായിരുന്നു അത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ അപ്പോഴും ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല.
എന്നുവെച്ചാൽ ശരിയാവും പോവും ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കണ പോലെ. അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ഇങ്ങനെ 3 മാസം അങ്ങനെയൊക്കെ ഒരു സ്ഥിരതയെന്ന് പറഞ്ഞൊരു ഇതെൻ്റെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ജോലി ഇല്ലാത്തതിൻ്റെ നല്ല വിഷമം, ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും ജോലി ഇല്ലാത്തതിൻ്റെ നന്നായിട്ട് നല്ല പ്രഷറും ഉണ്ടായിരുന്നു. നല്ല ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പോയി എന്ന് പറയാൻ അതെങ്ങനെ ആയെന്ന് എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞ സമയത്തൊക്കെ എൻ്റെ അനിയൻ്റെ ജോലിയാണ്, എൻ്റെ എനിക്ക് 2 ബ്രദേഴ്സുണ്ട്. അവൻ്റെ ജോലി ശരിയായി. കാരണം അവന് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ അത്ര നല്ല ജോലിയായിരുന്നില്ല, ഭയങ്കര അലച്ചിലൊക്കെ ആയിരുന്നു അയാൾക്ക്. ഞാനത് പക്ഷേ ഉടമ്പടിയിൽ വെച്ചതല്ല, ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റും പിന്നെ ഓൺലൈനിൽ ഞാൻ സായന പ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടതാണ്. പക്ഷേ എന്താ പറയുക, ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ പെട്ടെന്നാണ് ആയത്. അതുപോലെ അവൻ്റെ വീട് സ്ഥലമൊക്കെ ആയിട്ട് പുള്ളി ഒരുപാട് കാലമായിട്ട് നോക്കണമായിരുന്നു, കാലം എന്നല്ല വർഷമായിട്ട്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ സ്ഥലത്തിൻ്റെ ആയി, വീടിൻ്റെ ഇപ്പോൾ നോക്കുകയാണ്. പിന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യം പിന്നെ ഇപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി. ഞാനപ്പോൾ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു, അപ്പോയിൻമെൻ്റ് ഓർഡറായിട്ട് ഞാൻ ആദ്യം ഇങ്ങടെ വരാം, അമ്മേനെ കാണിക്കും, എന്നിട്ടേ എല്ലാവരോടും പറയുള്ളൂ. എനിക്ക് എന്താ പറയുക, ചെറിയൊരു ഗവൺമെൻറ് ജോലിക്കാരിയായി ഞാനും കോൺട്രാക്ട് ബേസിസിലാണ്, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. പക്ഷേ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചവർക്കാണെങ്കിലും എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ടായിരുന്നു, സ്ട്രോക്ക് വന്ന് ഒരു വശം മുഴുവൻ തളർന്നു പോയതാണ്, ആൾ വെൻറ്റിലേറ്ററിലൊക്കെ ആയതാണ്. അപ്പോൾ ചേച്ചിനെ കാണാൻ ഞാൻ പോയ സമയത്ത് ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് ചേച്ചിക്ക് തൊട്ട് പ്രാർത്ഥിച്ചു, ഞാനാണ് പ്രാർത്ഥിച്ചത്, ഞാനാണ് ചെയ്തത്. അതേപോലെ ഉടമ്പടിയുടെ ഉപ്പും തേനും ബാക്കി നേർച്ച പ്രെയർ ബുക്കും മോളുണ്ട്, മോൾക്ക് കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് രോഗസൗഖ്യം കിട്ടി. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് വീട്ടിൽ തന്നെ അങ്ങനെ ജോലികളൊക്കെ ചെയ്യണുണ്ട്. അതുപോലെ വീടിൻ്റെ അടുത്ത ഒരു ചേട്ടൻ ഇങ്ങനെ ആക്സിഡൻ്റായിട്ട് ഭയങ്കര മേജർ ആക്സിഡൻ്റ് ആയിരുന്നു, ആളും വെൻറ്റിലേറ്ററിലൊക്കെ പോയതാണ്. തലയ്ക്കൊക്കെ മേജർ സർജറിയൊക്കെ കഴിഞ്ഞ സമയത്തും അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞ സമയത്തും പ്രാർത്ഥിച്ചിട്ട് ആ ചേട്ടനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് സ്പീഡി റിക്കവറി ആയിരുന്നു ആ ചേട്ടൻ്റെയും. ആ ചേട്ടനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിക്കപ്പോഴും കഴിവതും ഞാൻ എല്ലാ ആഴ്ചയും വരാനായിട്ട് നോക്കും. വന്നിട്ട് പത്രം മേടിക്കും, അത് കയ്യിൽ പൈസ ഉള്ള പോലെ കേട്ടോ, 1 സെറ്റ് അല്ലെങ്കിൽ 2 സെറ്റ്. എന്നിട്ട് ആദ്യം ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, പിന്നെ പള്ളിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മോനും വരും പത്രം കൊടുക്കാനായിട്ട്. ആൾക്ക് എന്നെക്കാളും കൂടുതൽ വിശ്വാസമാണ്, ഇൻട്രസ്റ്റുമാണ്. എന്നിട്ട് ഞങ്ങൾ കുറേ ദൂരെയുള്ള സ്ഥലത്ത്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത്, കാരണം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നൊന്നുമില്ലല്ലോ, എന്നാലും ഞങ്ങൾക്ക് അറിയാത്ത വഴി കൂടെയൊക്കെ ഇങ്ങനെ പോവും. എന്നിട്ട് റോട്ടിൽ ചിലർ മേടിക്കും, ചിലർ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ കരയണ സമയത്തൊക്കെ അവൻ സാരമില്ല, അവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ, അവർക്ക് മാതാവിനെ അറിയാത്ത അമ്മ കുഴപ്പമില്ല എന്നിങ്ങനെ പറയാൻ. പിന്നെ നേർച്ച വസ്തുക്കൾ, കാശ് രൂപവും ജപമാലയും പിന്നെ ജപമാല പ്രാർത്ഥന പുസ്തകമൊക്കെ എന്നോട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗികളായിരിക്കുന്നവരെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പൈസ കൊടുത്ത് സഹായിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഭക്ഷണം കൊടുക്കാനായിട്ടും എനിക്ക് എൻ്റെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് എന്താണോ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടല്ല, എന്നാലും കുറച്ച് 2-3 കിലോമീറ്റർ ആ ഒരു ഏരിയയിൽ പ്രായമായവരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവരുടെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ധനസഹായം പൈസയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അപ്പം
അച്ഛനോട് ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്തും ഞാനിങ്ങനെ പറയായിരുന്നു, ഞാൻ സാക്ഷ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയണം അച്ഛൻ എന്നങ്ങനെ പറയായിരുന്നു. ഇവിടെ വരണ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ മാത്രം എനിക്ക് വേണ്ടി എൻ്റെ കാര്യം എൻ്റെ നിയോഗം എന്ന് ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടിയേ പ്രാർത്ഥിക്കാറുള്ളൂ. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദൈവം നമ്മളെ കൂടുതൽ കേൾക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞാനിവിടെ വരുമ്പോൾ സമ്പൂർണ്ണ ജപമാല ചൊല്ലും. അപ്പോൾ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ കരയുമായിരിക്കും ആരെങ്കിലുമൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ പോയി പിന്നെ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ജപമാല കൊന്ത ചൊല്ലാനൊക്കെ പഠിച്ചത്. ഇവിടെ പണ്ട് നേരത്തെ സിസ്റ്റേഴ്സ് ഓൺലൈനിൽ കോവിഡിൻ്റെ സമയത്ത് ജപമാല ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാനായിട്ട് പഠിച്ചത്. പിന്നെ വിശ്വാസ പ്രമാണമാണെങ്കിലും ശരി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും അതെ, ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നെക്കൊണ്ട് കഴിയണത് പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉച്ചസമയം കണ്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ സോഫയിൽ ഇങ്ങനെ മയങ്ങിപ്പോയി. അപ്പോൾ മയങ്ങിപ്പോയ സമയത്ത് ഇങ്ങനെ നമ്മുടെ ആൾത്താരെയാണ് ഞാൻ കണ്ടത്. ഈ കഴിഞ്ഞ മാസം ഉണ്ട്, ജനുവരി, ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. നമ്മളുടെ ഇവിടെ ഈശോൻ്റെ അവിടെ ഒരു ഭയങ്കര സാധാരണ ഹൈറ്റല്ല, കുറച്ചധികം ഹൈറ്റുള്ള നല്ല വലിയ ഒരു മാലാഹയാണോ അമ്മയാണോ എന്ന് എനിക്കറിയില്ല. നല്ല ചിറകൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ചിറകിങ്ങനെ അവിടെ ആ സൈഡിൽ ഇങ്ങനെ മുട്ടുവാണ്, ഇങ്ങനെ ചിറകിങ്ങനെ വിരിച്ച് നിന്നപ്പോഴത്തേക്ക് എന്നിട്ട് ആ കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു അവിടെ സൈഡിൽ, ജോസഫ് അച്ഛനുണ്ടായിരുന്നു അവിടെ ബാക്കിൽ, പിന്നെ സിസ്റ്റർ ഇവിടെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആരോ സാക്ഷ്യം പറയണ്ടായിരുന്നു, ഒരു ലേഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഞാൻ. അപ്പോൾ ഞാനപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ്. ഒരു ഉച്ച സമയമായിരുന്നു അത്. എന്താ ഇപ്പം ഇങ്ങനെ സ്വപ്നം കാണണേ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അപ്പം ഞാനപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ സങ്കീർത്തനം 18 എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വന്നത്. അതിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചിറക് ഇങ്ങനെ ഇങ്ങനെ വിരിച്ച് കെരൂബുകളെ വാഹനമാക്കി അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അച്ഛനപ്പോൾ പറഞ്ഞു, വെളിപാടിൻ്റെ പുസ്തകത്തിലും ഉണ്ടല്ലോ, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീക്ക് വലിയ ചിറക് തന്നു. മീൻസ് ടൈം ഷോർട്ടനിങ് ആണ്, സഞ്ചാരി മാതാവ് സഞ്ചരിച്ചു വരണു. അച്ഛനും ജോസഫ് അച്ഛനും ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പണ്ടത്തെ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പണ്ടത്തെ ധ്യാനമൊക്കെ ഇങ്ങനെ കൂടാറുണ്ടെന്ന് കണ്ടിന്യൂസ്ലി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അച്ഛനിങ്ങനെ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്വപ്നം കണ്ടത് നമ്മുടെ അമ്മ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, നമ്മളിങ്ങനെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുമല്ലോ ആ ഗ്ലാസ്സിൽ. അപ്പോൾ അമ്മ നമ്മളിങ്ങനെ തൊടണുണ്ടോയെന്ന് ഇവിടെ. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അമ്മ തന്നെയാണ്, പക്ഷെ ഇത് തന്നെ അമ്മയുടെ കയ്യിലൊരു കുട്ടിയുണ്ട്, ആൺകുട്ടി, നല്ല സുന്ദര കുട്ടൻ. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ അവിടെ കൈവച്ചപ്പം ആദ്യം മോനാണ് കൈവച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ ഗൗരവത്തിൽ സീരിയസ്ലി ഒരു ചെറിയൊരു ചിരിയായിട്ട് നോക്കി, എന്നിട്ട് ഇങ്ങനെ വെച്ചു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കര വെളിച്ചം വന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, പേടിച്ചു ശരിക്കും. അപ്പോൾ അങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ പറയാനായിട്ട് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് നാൾ എനിക്ക് ഏജ് ഓവർ ആവുന്ന സമയമാണ്, എൻ്റെ കരിയർ ഗ്യാപ്പുണ്ട്, എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമുണ്ട്. മീൻസ് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ വർക്കിംഗ് ആയിരുന്നു, ബോംബെയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ കോളേജിലായിരുന്നു, ലെക്ചററായിരുന്നു. പിന്നെ മോനായതിന് ശേഷം എനിക്ക് കുറച്ച് നാൾ ഞാൻ പോകാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഇഷ്യൂസൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കരിയറൊക്കെ, എൻ്റെ ജോലിയൊക്കെ എനിക്ക് വിടേണ്ടി വന്നു. അങ്ങനെ ഇവിടെ വന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടോ സഹായിക്കാനായിട്ടോ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനായിട്ടോ ഒന്നും ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ്. ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ എന്താ പറയുക, -0 മെറിറ്റ് എന്ന് പറയണമായിരിക്കും ശരി. -0 മെറിറ്റിൽ നിന്ന് എനിക്കാണ് അമ്മ എനിക്ക് ഒരു ജോലി ഇപ്പോൾ ഇങ്ങനെ തന്നിരിക്കണത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, വലിയ കാര്യമെന്ന് പറഞ്ഞാൽ പോരാ, അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ എങ്ങനെ അത് പറഞ്ഞ്
ഇതാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കണേ. പിന്നെ ഞാൻ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്, എനിക്ക് നല്ല വിറവലുണ്ട്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് തന്നു. അതുപോലെ തന്നെ വീടും സ്ഥലവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം എപ്പോഴും കണ്ടിന്യൂസ്ലി കേൾക്കണ ആളാണ്. സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ എയർ ആവുന്ന സമയത്ത് തന്നെ, പ്രീമിയർ ആവുന്ന സമയത്ത് തന്നെ അന്നുള്ള സാക്ഷ്യം അന്നന്ന് തന്നെ കേൾക്കും. അപ്പോൾ ഈ വീടിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കും സങ്കടം വരും. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വാടകയ്ക്കൊക്കെ താമസിച്ച് വേറെ ആൾക്കാരുടെ വീട്ടിൽ താമസിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം വരും. കാരണം ഞാനത് അമ്മയോട് പറഞ്ഞ ആ സമയത്ത് തന്നെ അമ്മ അത് ഒരു അധികം സമയം പോലും എടുക്കാതെ ടൈം ഷോർട്ടനിങ് തന്നെയായിട്ട് എന്നെ അവിടെ ഇവിടെ ബാങ്കിലോ അവിടെ എവിടെയോ ഒന്നും നടത്താതെ അമ്മ അതെല്ലാം ശരിയാക്കി തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃപ തന്നെയാണ്, അനുഗ്രഹമല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ കാര്യമാണെങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് നിസ്സാരമായ കാര്യമായിട്ടായിരിക്കും തോന്നുക. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനതിൽ നിന്ന് അമ്മ ശരിക്കും ഞങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുത്തി പൊക്കിയെടുത്തുകൊണ്ട് വന്നു എന്ന് പറയണതായിരിക്കും ശരി. എനിക്ക് എന്താ പറയുക, ഞാൻ ചോദിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിൽ വെച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നിയോഗം എഴുതണ പോലെയല്ല. നമ്മളിവിടെ ആദ്യം അമ്മ എത്തിക്കും, പിന്നെ അമ്മ ഈശോട് പറഞ്ഞ് അതെല്ലാം അമ്മ തന്നെ അതെല്ലാം ശരിയാക്കി തരും. അതിൽ അമ്മയുടെ ആ ഒരു നമ്മളെ പറ്റിയുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ശരിക്കും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ എല്ലാവരോടും പറയാനുള്ളത്, ആരും ഒന്നിനെപ്പറ്റി ഓർത്തിട്ട് എൻ്റെ നിയോഗം എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമോ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം നമ്മളെപ്പറ്റി എല്ലാ കാര്യവും. അമ്മ അതുപോലെ തന്നെ നമുക്കത് ചെയ്തു തരും. എനിക്ക് ഇത്രയും എന്നല്ല, ഇനി ഇതിലേക്കുള്ള നന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയണം. കാരണം ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് നല്ല ഒരു പേടിയൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയുമ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയണം. അതിനുവേണ്ടി അമ്മയും ഈശോ എന്നെ അനുഗ്രഹിക്കും. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഈ അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യമായിട്ട് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഒരു ജോലി ലഭിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടത് പറഞ്ഞപ്പോൾ 0 മെറിറ്റിൽ, അതായത് ഏജിൻ്റെയും ഗ്യാപ്പും അല്ലെങ്കിൽ ഏജ് ഓവറായതും അല്ലെങ്കിൽ കരിയറിൻ്റെ ഗ്യാപ്പും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്തും, അപ്പം നമ്മുടെ ഒരു ഉടമ്പടിയിലെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് ആദ്യം നമ്മുടെ മെറിറ്റ് നമ്മൾ 0 ആക്കുക അല്ലെങ്കിൽ നമ്മൾ എളിമപ്പെടുക എന്നുള്ളത് ഉടമ്പടിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പം ദൈവം അങ്ങനെ നമ്മുടെ താഴ്മയെ തൃക്കൺ പാർക്കുന്നത് പോലെ നമ്മുടെ ഉടമ്പടിയെ ഒരു വലിയൊരു നിയോഗമായിട്ട് കരുതി ആ ഉടമ്പടിയെ ആശീർവദിച്ച് അതിനൊരു സാക്ഷാത്കാരം കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ജോലിയുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള വലിയൊരു ബലത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ഓരോരുത്തരും ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ വാക്കുകളിൽ ഒരിക്കലും ഒരു അനുഭവം പൂർണ്ണമായിട്ട് വിവരിക്കുവാനായിട്ട് പറ്റുകയില്ലല്ലോ. അപ്പം വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തും തക്കവിധം സംസാരിക്കുന്ന ശൈലി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പരിശുദ്ധ അമ്മയായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം ഉള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ തന്നെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നു, അമ്മ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. അപ്പം അതിന് തത്തുല്യമായിട്ട് ദൈവാനുഭവങ്ങളുടെ ഭാഗമായിട്ട് സ്വപ്നങ്ങളും ഉണ്ടായിട്ടെന്നുള്ളത്. അതിൽ ഒരുപാട് ബൈബിളിലെ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലെ പോലെ ഒരു സ്ത്രീക്ക് ചിറകുകൾ നൽകപ്പെടുന്നു. ഈ അൾത്താര സ്വപ്നം കാണുന്നു. ഇവിടുത്തെ ആൾത്താരുടെ ഭാഗമായിട്ടിരിക്കുന്നവരെ സ്വപ്നം കാണുന്നു. പരിശുദ്ധ അമ്മ ഈശോയുമായിട്ട് ഇവിടെ നിൽക്കുന്നതും ഈ രൂപത്തിൽ നിന്ന് കൈവെക്കുന്ന. അപ്പം അതായത് മാതാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിഷയത്തിലൊക്കെയും എൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കത്തക്ക വിധം ഇതൊക്കെ അനുഭവമായിട്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ ആദ്യത്തെ സാക്ഷ്യമല്ല ഇങ്ങനെ, എല്ലാ സാക്ഷ്യങ്ങളിലും ഇതുപോലെ ഒരു അസാധാരണമായ ഒരു സ്വർഗീയമായ ഒരു അനുഭവം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു മുകളിൽ നിന്നുള്ളൊരു മുദ്ര എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. ഒപ്പം വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യത്തിലും അമ്മയുടെ വലിയൊരു സഹായവും സാന്നിധ്യം ഉണ്ടായിരുന്നു പറയുന്നു, ഒപ്പം സാക്ഷ്യപ്പെടുത്തുന്നു.
ഒപ്പം ആദ്യമായിട്ട് വിശ്വാസത്തെ അറിഞ്ഞ സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിനെ ഇതൊക്കെ എങ്ങനെ വായിച്ചു തീർക്കുമെന്ന് പറഞ്ഞാൽ അതേ ആളാണ്. ഇതിപ്പോൾ ഈ സാക്ഷ്യത്തിലൊരു 3-4 വചനമൊക്കെ റെഫർ ചെയ്ത് സംസാരിക്കാൻ തക്കവിധം വിശുദ്ധ വചനവുമായിട്ട്. കാരണം ഈശോയോട് അടുക്കുന്നവർക്കൊക്കെയും ഈശോയുടെ വചനങ്ങളെ മാറ്റിവെക്കുക പാടില്ലല്ലോ. അപ്പം ഈ ഒരു വചനം വായിക്കുകയും അതിന് വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ സംസാരിക്കാനുമൊക്കെ ഒരു ശ്രമമുണ്ട്. അപ്പം അതായത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ അവസാനം വന്ന് നിൽക്കുമ്പം അമ്മയായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു എന്ന് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇനിയും ഉടമ്പടിയുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുമ്പം അമ്മയുടെ സാന്നിധ്യവും ഒപ്പം മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പേർക്ക് സാക്ഷ്യമായിട്ട് മാറും ഇനി മകളുടെ ജീവിതം കാരണമാകട്ടെ. അപ്പോൾ ഉടമ്പടി ആരാധനയിലൂടെ ലഭിക്കുന്ന വലിയൊരു ശക്തിയെയും പ്രത്യാശയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലും എടുക്കുന്ന എഫേർട്ട് വളരെ പ്രധാനപ്പെട്ട, അതൊക്കെ കുറിച്ച് വെച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അവലോകനം ചെയ്ത് സാക്ഷ്യങ്ങൾ കേട്ട്, പ്രത്യേകിച്ച് ഈ സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട് നമ്മുടെ ഏത് വിഷയമാണോ അതോട് ബന്ധപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനായിട്ട് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുപോലെ തൻ്റെ കുടുംബം, വീടാണ് ലക്ഷ്യം, ഒരു നിയോഗമെങ്കിൽ അതോട് ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേട്ട് വ്യക്തമായിട്ട് ഉടമ്പടിയിലെ ഓറിയൻറ്റേഷൻ നഷ്ടപ്പെടാതെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇനിയും പരിശുദ്ധമ്മ വലിയ സാന്നിധ്യം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.